സരളം സംസ്കൃതം പാഠശാലയിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. നമസ്തേ. ഹേ മമ പ്രിയ ഛാത്രഃ, ഷഷ്ഠി കക്ഷ്യ പഞ്ചമഃ പാഠഃ നീതിബോധഃ. ഷഷ്ഠി കക്ഷ്യ 6ാം ക്ലാസ്, പഞ്ചമഃ പാഠഃ 5ാമത്തെ പാഠം നീതിബോധഃ. നീതിയെക്കുറിച്ചുള്ള അറിവ്. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യാൻ പറ്റണ നല്ല കാര്യങ്ങളാണ് നീതി, അല്ലേ? ആ നീതിയെക്കുറിച്ചുള്ള അറിവ് എന്ന് ആണ് പാഠത്തിൻ്റെ പേര്. ടീച്ചർ വായിക്കട്ടെ, എല്ലാവരും നോക്കണം. കശ്ചിത് ചീനസഞ്ചാരി പാടലീപുത്രം ആഗച്ഛത്. ചന്ദ്രഗുപ്തഃ തദാനീം തത്ര രാജാ ആസീത്. സഞ്ചാരി തേന സഹ മിലിതവാൻ. മഹാരാജ ഭവതഃ വിജയകഥ വിദേശേഷ്വപി പ്രസൃത വർത്തതേ. വിജയരഹസ്യം ജ്ഞാതും ഇച്ഛാമി. ഭാഗം ഒന്നും കൂടെ നോക്കാം, എല്ലാവരും വായിക്കണേ. പഞ്ചമഃ പാഠഃ നീതിബോധഃ. കശ്ചിത് ചീനസഞ്ചാരി പാടലീപുത്രം ആഗച്ഛത്. ചന്ദ്രഗുപ്തഃ തദാനീം തത്ര രാജാ ആസീത്. സഞ്ചാരി തേന സഹ മിലിതവാൻ. മഹാരാജ ഭവതഃ വിജയകഥ വിദേശേഷ്വപി പ്രസൃത വർത്തതേ. വിജയരഹസ്യം ജ്ഞാതുമിച്ഛാമി. പാഠഭാഗത്ത് പദച്ഛേദം ശ്രദ്ധിക്കാം. കശ്ചിത് ചീനസഞ്ചാരി പാടലീപുത്രം ആഗച്ഛത്. അവിടെ എല്ലാം പദച്ഛേദം ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ചന്ദ്രഗുപ്തഃ തദാനീം തത്ര രാജാ ആസീത്. സഞ്ചാരി തേന സഹ മിലിതവാൻ. മഹാരാജ ഭവതഃ വിജയകഥ വിദേശേഷു അപി പ്രസൃത വർത്തതേ. വിജയരഹസ്യം ജ്ഞാതും ഇച്ഛാമി. അതാണ് ജ്ഞാതും ഇച്ഛാമി. പഞ്ചമഃ പാഠഃ നീതിബോധഃ. നീതിയെക്കുറിച്ചുള്ള അറിവ്, ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, നിയമത്തെക്കുറിച്ചുള്ള അറിവ്. കശ്ചിത് ചീനസഞ്ചാരി, ഒരു ചീനസഞ്ചാരി, ചൈനക്കാരനായിട്ടുള്ള ഒരു സഞ്ചാരി. പാടലീപുത്രം ആഗച്ഛത്, പാടലീപുത്രത്തിലേക്ക് എന്ന സ്ഥലത്തേക്ക് വന്നു. തഥാ ചന്ദ്രഗുപ്തഃ തദാനീം തത്ര രാജാ ആസീത്. ചന്ദ്രഗുപ്തഃ തദാനീം തത്ര രാജാ ആസീത്. ചന്ദ്രഗുപ്തനായിരുന്നു ആ സമയത്ത് അവിടുത്തെ രാജാവ്. സഞ്ചാരി തേന സഹ മിലിതവാൻ. വന്ന സഞ്ചാരി രാജാവുമായിട്ട് രാജാവിന് മുഖം കാണിച്ചു, രാജാവിൻ്റെ അടുത്ത് എത്തി. മഹാരാജ, സംബോധനയാണത്. മഹാരാജഃ, അല്ലയോ മഹാരാജാവേ. ഭവതഃ വിജയകഥ വിദേശേഷു അപി പ്രസൃത വർത്തതേ. അങ്ങയുടെ വിജയകഥ വിദേശേഷു അപി, വിദേശങ്ങളിൽ പോലും. ഇത് ഭാരതത്തിലെ രാജാവാണ് ഈ ചന്ദ്രഗുപ്തൻ. ചന്ദ്രഗുപ്തൻ മൗര്യ സാമ്രാജ്യ സ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേഷ്ടാവായിരുന്നു
വിഷ്ണുഗുപ്തൻ. വിഷ്ണുഗുപ്തൻ ഉപദേഷ്ടാവും മന്ത്രിയുമായിരുന്നു. വിഷ്ണുഗുപ്തൻ്റെ മറ്റൊരു പേര് ചാണക്യൻ. ചാണക്യനെ കൗടില്യൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വിഷ്ണുഗുപ്തൻ തന്നെയാണ് ചാണക്യനും കൗടില്യനും. കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് അർത്ഥശാസ്ത്രം എന്നാണ്. അങ്ങനെ ഈ മഹാരാജാവിനെ മുഖം കാണിച്ചു ചീന സഞ്ചാരി. മഹാരാജാവിനോട് പറയാണ്, മഹാരാജ ഭവതഃ വിജയകഥ, അങ്ങയുടെ വിജയകഥ, അങ്ങയുടെ സൽപ്പേര് വിദേശേഷു അഭിപ്രസൃതാ വർത്തതെ, വിദേശങ്ങളിൽ പോലും എത്തിയിട്ടുണ്ട് അങ്ങയുടെ വിജയകഥ. അങ്ങ് നല്ല രാജാവാണ് എന്നുള്ള ആ ഒരു കീർത്തി വിദേശങ്ങളിൽ പോലും വ്യാപിച്ചിട്ടുണ്ട്. വിജയരഹസ്യം, ആ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? ഇങ്ങനെ വിദേശങ്ങളിൽ പോലും എത്താനൊക്കെ ഇടയായിട്ടുള്ള അങ്ങയുടെ വിജയരഹസ്യം എന്താണ്? വിജയരഹസ്യം ജ്ഞാതും ഇച്ഛാമി, ജ്ഞാതും അറിയുവാൻ, ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ വിജയരഹസ്യം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാരാ പറയണത്? ചീന സഞ്ചാരി പറയുകയാണ്. അപ്പോൾ ഒരു തവണ കൂടി കേൾക്കാം. പഞ്ചമഹാപാഠ നീതി ബോധ. കശ്ചിത് ചീനസഞ്ചാരി പാടലിപുത്രം ആഗച്ഛത്. ആഗച്ഛതി എന്ന് പറഞ്ഞാൽ വരുന്നു എന്നാണ്. അതിൻ്റെ ലങ്ങാണ് ആഗച്ഛത്. ഗച്ഛതി എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ്. അതിൻ്റെ ലങ്ങാണ് അഗച്ഛത്, പോയി. ഇവിടെ ആഗച്ഛതി വരുന്നു, ആഗച്ഛത് വന്നു. ഒരു ചീന സഞ്ചാരി പാടലിപുത്രത്തിലെത്തി. ചന്ദ്രഗുപ്ത തദാനീം തത്ര രാജ ആസീത്. ആ സമയത്ത് അവിടുത്തെ രാജാവ് ആരായിരുന്നു? ചന്ദ്രഗുപ്തനായിരുന്നു. സഞ്ചാരി തേന സഹ മിലിതവാൻ. വന്ന ചീന സഞ്ചാരി രാജാവിനെ മുഖം കാണിച്ചു, രാജാവിൻ്റെ അടുത്ത് എത്തി. അദ്ദേഹത്തോട് പറയണ്, മഹാരാജ, അലയോ മഹാരാജാവേ, ഭവതഃ വിജയകഥ, അങ്ങയുടെ വിജയകഥ വിദേശേഷു അഭിപ്രസൃതാ വർത്തതെ, വിദേശങ്ങളിൽ പോലും അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. പ്രസൃതാ വർത്തതെ, അങ്ങനെ വ്യാപിച്ചിട്ടുണ്ട്. വിജയരഹസ്യം, വിജയത്തിൻ്റെ രഹസ്യം ജ്ഞാതുമിച്ഛാമി, അത് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു. അടുത്തത് നോക്കാം. ന തഥാ കിമപി രഹസ്യം മഹാമന്ത്രി ചാണക്യ ഏവ സാമ്രാജ്യസ്യാസ്യ ശില്പി. ഖണ്ഡിക എല്ലാവരും വായിക്കണം. ന തഥാ കിമപി രഹസ്യം മഹാമന്ത്രി ചാണക്യ ഏവ സാമ്രാജ്യസ്യ അസ്യ ശില്പി. ന തഥാ കിമപി രഹസ്യം മഹാമന്ത്രി ചാണക്യ ഏവ, അതാണ് ചാണക്യ ഏവ, സാമ്രാജ്യസ്യ അസ്യ. സാമ്രാജ്യസ്യ എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും അവസാനമുള്ള സ്വരം ആ എന്നാണ്. അസ്യ എന്നതിൽ ആദ്യമുള്ള സ്വരവും ആ തന്നെ. രണ്ട് അകാരങ്ങൾ അടുത്തടുത്ത് നിന്ന് അത് സന്ധി ചേരുമ്പോൾ അത് ആ എന്നായി മാറും. എല്ലാ സ്ഥലത്തും ആ നിയമം തന്നെയാണ്. അപ്പോൾ സാമ്രാജ്യസ്യ അസ്യ, സാമ്രാജ്യസ്യാസ്യ ശില്പി. ചാണക്യനാണ് ഈ സാമ്രാജ്യത്തിൻ്റെ ശില്പി എന്ന് പറയുകയാണ്. ന തഥാ കിമപി രഹസ്യം, അങ്ങനെ വലിയ രഹസ്യമൊന്നുമില്ല. മഹാമന്ത്രി ചാണക്യ ഏവ, മഹാമന്ത്രിയായ ചാണക്യനാണ് സാമ്രാജ്യസ്യാസ്യ ശില്പി, ഈ സാമ്രാജ്യത്തിൻ്റെ ശില്പി. ബാക്കി നോക്കാം. സഹ ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ പ്രസ്ഥിതവാൻ. ഭടാഃ ഗംഗാതീരസ്ഥം ചാണക്യകുടീരം അദർശയൻ. വന്ദനം മഹാത്മൻ. ചീനസഞ്ചാരി ഏഷ ഭവന്തം ദ്രഷ്ടുമാഗതഃ. സ്വഭവനെ ദീപസമ്മുഖേ കിമപി ലിഖൻ ചാണക്യഃ.
എല്ലാവരും വായിക്കാം. സ ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ പ്രസ്ഥിതവാൻ ഭടാഃ ഗംഗാതീരസ്ഥം ചാണക്യകുടീരം അദർശയൻ. വന്ദനം മഹാത്മൻ ചീനസഞ്ചാരി ഏഷ ഭവന്തം ദ്രഷ്ടും ആഗതഃ. സ്വഭവനെ ദീപസമ്മുഖേ കിമപി ലിഖൻ ചാണക്യഃ. ഒരു പാഠഭാഗം നോക്കണേ. സഹ ചാണക്യം ദ്രഷ്ടും. സഹ എന്ന് പറഞ്ഞത് ഇവിടെ ആരെ കൊണ്ടാണ് പറയണത്? ആ വന്നിട്ടുള്ള ചീനസഞ്ചാരിയെ കൊണ്ട് അല്ലേ. സഹ ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ പ്രസ്ഥിതവാൻ. അങ്ങനെ ആ ചീനസഞ്ചാരി ചാണക്യം ദ്രഷ്ടും, ചാണക്യനെ കാണുവാനായിക്കൊണ്ട്. അപ്പം ദ്രഷ്ടും എന്ന് പറഞ്ഞാൽ തുമുന്നന്തം അവയമാണ്, കാണുവാൻ വേണ്ടി. ഭടൈഃ സഹ, ഭടന്മാരോടുകൂടെ. പ്രസ്ഥിതവാൻ, പുറപ്പെട്ടു. അപ്പോൾ വന്ന സഞ്ചാരി ചാണക്യം ദ്രഷ്ടും, ചാണക്യനെ കാണുവാൻ വേണ്ടി ഭടൈഃ സഹ പ്രസ്ഥിതവാൻ, ഭടന്മാരുടെ കൂടെ പുറപ്പെട്ടു. ഭടാഃ ഗംഗാതീരസ്ഥം ചാണക്യകുടീരം അദർശയൻ. ഭടന്മാർ, സൈനികർ ഗംഗാതീരസ്ഥം, തീരസ്ഥം എന്ന് പറഞ്ഞാൽ തീരത്തിലുള്ള ചാണക്യകുടീരം അദർശയൻ. ഭടാഹ എന്ന് പറഞ്ഞാൽ അവിടെ ബഹുവചനാണല്ലോ, അതുകൊണ്ടാണ് അവിടെ അദർശയൻ എന്ന് പറയുന്നത്. നോക്കാം. അദർശയത്, അദർശയതാം, അദർശയൻ. അവർ ഭടന്മാർ ഗംഗാതീരത്തുള്ള ചാണക്യൻ്റെ കുടീരം അദർശയൻ. കുടീരമാണ്, ഒരു കുടിലാണ്. മഹാമന്ത്രിയാണ്, ഒരു കുടിൽ കെട്ടിയിട്ടാണ് താമസിക്കുന്നത്. ചാണക്യ കുടീരം അദർശയൻ. ചാണക്യ കുടീരം കണ്ടു, കുടിൽ കണ്ടു. അങ്ങനെ ചാണക്യനോട് പറയാണ്, വന്ദനം മഹാത്മൻ, അല്ലയോ മഹാത്മാവേ, അങ്ങേക്ക് വന്ദനം, നമസ്കാരമുണ്ട്. ചീനസഞ്ചാരി ഏഷ ഭവന്തം ദ്രഷ്ടും ആഗതഃ. ചീനസഞ്ചാരി ഏഷ ഭവന്തം ദ്രഷ്ടും ആഗതഃ. വന്ദനം മഹാത്മൻ, ഭടന്മാർ പറയാണ്, വന്ദനം മഹാത്മൻ, ചീനസഞ്ചാരി ഏഷ ഭവന്തം ദ്രഷ്ടും ആഗതഃ. ഒരു ചീനസഞ്ചാരി ഭവന്തം ദ്രഷ്ടും, അങ്ങയെ കാണുവാൻ വേണ്ടി ആഗതഃ, വന്നിട്ടുണ്ട്. സ്വഭവനെ ദീപസമ്മുഖേ കിമപി ലിഖൻ ചാണക്യഃ. സ്വഭവനെ, സ്വന്തം കുടിലിൽ, ദീപസമ്മുഖേ, ദീപത്തിൻ്റെ അടുത്ത് ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട്, കിമപി ലിഖൻ ചാണക്യഃ, എന്തോ എഴുതുകയാണ് ചാണക്യൻ. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. സഹ ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ പ്രസ്ഥിതവാൻ. ചീനസഞ്ചാരി ചാണക്യനെ കാണുവാൻ വേണ്ടി ഭടന്മാരോടുകൂടെ പുറപ്പെട്ടു. ഇവിടെ ഭടൈഃ സഹ, സഹ എന്നതൊരു പ്രത്യേക അർത്ഥമാണ് അതിന്, കൂടെ എന്നാണ് അർത്ഥം. സ എഴുതി വിസർഗട്ടാൽ സഹ അവൻ എന്നും, സ എഴുതി ഹകാരം എഴുതിയാൽ സഹ കൂടെ എന്നുമാണ് അർത്ഥം. ചാണക്യം ദ്രഷ്ടും, ചാണക്യനെ കാണുവാൻ വേണ്ടി ഭടൈഃ സഹ പ്രസ്ഥിതവാൻ, ഭടന്മാരോടുകൂടെ എത്തി. പ്രസ്ഥിതവാൻ അല്ല, പുറപ്പെട്ടു. ഭടാഃ ഗംഗാതീരസ്ഥൻ ചാണക്യകുടീരം അദർശയൻ. ഭടന്മാർ ഗംഗാതീരത്തിലുള്ള ചാണക്യകുടീരത്തെ കണ്ടു, കുടിലിൽ കണ്ടു. വന്ദനം മഹാത്മൻ, ഭടന്മാർ പറയുകയാണ്, അല്ലയോ മഹാത്മാവേ, വന്ദനം, നമസ്കാരം. ചീനസഞ്ചാരി ഏഷ, ഇതൊരു ചീനസഞ്ചാരിയാണ്. ഏഷ, അദ്ദേഹം ഭവന്തം ദ്രഷ്ടും, ഭവന്തം അങ്ങയെ, ഭവന്തം ഭവാൻ അങ്ങാണ് അർത്ഥം, ഭവന്തം അങ്ങയെ ദ്വിതീയ വിഭക്തിയാണ്. അങ്ങയെ ദ്രഷ്ടും, കാണുവാൻ വേണ്ടി, ആഗതഃ, കാണുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. തുമുന്നന്തമവ്യം ദ്രഷ്ടും. സ്വഭവനെ ദീപസമ്മുഖേ കിമപി ലിഖൻ ചാണക്യഃ. സ്വന്തം കുടിലിൽ ഒരു ദീപത്തിൻ്റെ സമീപത്ത് ദീപം കത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദീപത്തിൻ്റെ പ്രഭയിൽ, കിമപി ലിഖൻ ചാണക്യഃ, എന്തോ എഴുതുകയാണ്. ആര്? ചാണക്യഃ. അവിടെ മേലെ മുകളിൽ ഉണ്ടല്ലോ ഭടൈഃ സഹ, സഹ എന്ന് പറഞ്ഞാൽ കൂടെ, അതൊരവ്യയം.
അത് എപ്പോഴും സഹ എന്ന് തന്നെ നിൽക്കുള്ളൂ. ഭടൈഹി സഹ എന്ന് പറഞ്ഞാൽ ഭടന്മാരോട് കൂടെ. ഈ സഹ എന്ന അവ്യയം വരുമ്പോൾ അതിൻ്റെ മുന്നിലുള്ള പദം എപ്പോഴും തൃതീയ വിഭക്തിയിലാണ് പറയുക. സ്വഭവനെ അതേപോലെ സഹ, സാകം, സമം, സാർദ്ധം, സഹിത, ഇതിനെല്ലാം അർത്ഥം കൂടെ എന്നാണ്. ഇതിൻ്റെ യോഗത്തിൽ, ഇതിൻ്റെ സാമീപ്യത്തിൽ വിഭക്തി തൃതീയ വിഭക്തി. സ്വഭവനെ ദീപസമ്മുഖേ, സ്വന്തം വീട്ടിൽ ദീപപ്രഭയിൽ, കിമപി ലിഖൻ ചാണക്യ, എന്തോ ലിഖൻ എഴുതിക്കൊണ്ട് ഇരിക്കുകയാണ് ചാണക്യൻ. വായിക്കാം. ഝടിതി ജ്വലന്തം ദീപം നിർവാപ്യ ഭവനസ്യ അന്തഃ ആഗച്ഛത്. ജഡിതി കണ്ട മാത്രയിൽ തന്നെ വായിക്കണം എല്ലാവരും. ജഡിതി ജ്വലന്തം ദീപം നിർവാപ്യ ഭവനസ്യ അന്തഃ ആഗച്ഛത്. തെറ്റിപ്പോയി, അഗച്ഛത്. ആഗച്ഛത് എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്, അഗച്ഛത് പോയി എന്നാണ് അർത്ഥം. ഝടിതി വായിച്ചല്ലോ. ഝടിതി പെട്ടെന്ന് തന്നെ, ജ്വലന്തം ദീപം നിർവാപ്യ, ആ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് അണച്ചിട്ട് ഭവനസ്യ അന്തഃ അഗച്ഛത്, ഭവനസ്യ വീടിൻ്റെ, അന്തഃ ഉള്ളിലേക്ക്, അഗച്ഛത് പോയി, കഹ ചാണക്യ. ജഡിതി ജ്വലന്തം ദീപം നിർവാപ്യ, പെട്ടെന്ന് തന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് അണച്ചിട്ട് ഭവനസ്യ അന്തഃ അഗച്ഛത്, ഭവനത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. ക്ഷണാനന്തരം ദീപമന്യം ഗൃഹീത്വാ ബഹിരാഗതഃ ച. ഉപവിശതു ഭവാൻ കിം അപേക്ഷതേ മഹാശയ, ദീപഃ കിമർത്ഥം പരിവർത്തിതോ ഭവതാ ജ്ഞാതും ഉത്സുകോഹം. മിത്ര, ഭവദാഗമനകാലേ രാജകാര്യെ മഗ്നഃ ആസം. രാജധനസ്യ വ്യയേന ജ്വലിതഃ സ ദീപഃ. ഭവതാ സഹ മേളനം മേ വ്യക്തിഗതം കാര്യം. ഏഷഃ ദീപസ്തു മമ വ്യയേന ജ്വലിതഃ. കദാപി രാജധനസ്യ ദുരുപയോഗം ന കരോമി. ചാണക്യസ്യ നീതിബോധം വിജ്ഞായ സഞ്ചാരി തസ്യ പുരതഃ നമ്രശിരസ്കഃ അഭവത്. എല്ലാവരും വായിക്കണേ. എല്ലാവരും വായിക്കാം. ക്ഷണാനന്തരം ദീപമന്യം ഗൃഹീത്വാ ബഹിരാഗതഃ ച. ഉപവിശതു ഭവാൻ കിമപേക്ഷതേ മഹാശയ, ദീപഃ കിമർത്ഥം പരിവർത്തിതോ ഭവതാ ജ്ഞാതുമുത്സുകോഹം. മിത്ര, ഭവദാഗമനകാലേ രാജ്യകാര്യെ മഗ്നഃ ആസം. രാജധനസ്യ വ്യയേന ജ്വലിതഃ സ ദീപഃ. ഭവതാ സഹ മേളനം മേ വ്യക്തിഗതം കാര്യം. ഏഷ ദീപസ്തു മമ വ്യയേന ജ്വലിതഃ. കദാപി രാജധനസ്യ ദുരുപയോഗം ന കരോമി. ചാണക്യസ്യ നീതിബോധം വിജ്ഞായ സഞ്ചാരി തസ്യ പുരതഃ നമ്രശിരസ്കഃ അഭവത്. ക്ഷണാനന്തരം, അങ്ങനെ ചീനസഞ്ചാരി വന്നു വിവരം അറിഞ്ഞു. ക്ഷണാനന്തരം പെട്ടെന്ന് തന്നെ ദീപമന്യം ഗൃഹീത്വ, ഇവിടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, അങ്ങ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ദീപമന്യം ഗൃഹീത്വ, അന്യം ദീപം ഗൃഹീത്വ, മറ്റൊരു വിളക്കുമായിട്ട് ബഹിരാഗതഃ ച. ഗൃഹീത്വ ക്ത്വാന്തമവ്യയം. ബഹിരാഗതഃ ബഹിഹി ആഗതഃ, പുറത്തേക്ക് വന്നു. ഉപവിശതു ഭവാൻ അങ്ങ് ഇരിക്കൂ. കിം അപേക്ഷതേ, എന്താണാവോ ആവശ്യം, എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന്. മഹാശയ, ദീപഃ കിമർത്ഥം പരിവർത്തിതോ ഭവതാ. മഹാശയ,
മഹാശയ എന്നുള്ള സംബോധനയാണ്. അവിടെ ഇദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിളിക്കുന്ന ആ സംബോധനയാണത്. മഹാശയ ദീപഃ കിമർത്ഥം പരിവർത്തിതോ ഭവത, എന്തിനാണ് അകത്തേക്ക് പോയിട്ട് അന്യം ദീപം മറ്റൊരു ദീപവുമായിട്ട്, അല്ലെങ്കിൽ ദീപത്തെ പരിവർത്തനം ചെയ്തിട്ട് ദീപത്തെ മാറ്റിക്കൊണ്ട് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരു വിളക്കുമായിട്ട് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കിമർത്ഥം, അതെന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? എന്തിനു വേണ്ടിയാണ്? ജ്ഞാതും ഉത്സുകോഹം, ജ്ഞാതും തുമുന്നന്തമവ്യയമാണ്. ജ്ഞാതും തുമുന്നന്തമവ്യയം. ജ്ഞാതും ഉത്സുകോഹം, ഉത്സുകഃ അഹം. ഉത്സുകഃ എന്നുള്ളത് സന്ധി ചേരുമ്പോൾ ഉത്സുകോ എന്നായി. അഹം എന്ന സ്ഥാനത്ത് പ്രശ്ലേഷം വെച്ചു. ഉത്സുകോഹം. മിത്ര ഭവദാഗമനകാലേ രാജകാര്യേ മഗ്നഃ ആസം. അല്ലയോ മിത്രമേ, ഭവദാഗമനകാലേ, അങ്ങ് വരുന്ന സമയത്ത്, അങ്ങയുടെ ആഗമന സമയത്ത് രാജകാര്യേ മഗ്നഃ ആസം, ഞാൻ രാജകാര്യങ്ങളിൽ മുഴുകി ഇരിക്കുകയായിരുന്നു. രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പലതും ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. രാജകാര്യത്തിൽ മഗ്നനായിരുന്നു, മുഴുകിയവനായിരുന്നു ഞാൻ ആ സമയത്ത്. അങ്ങനെ ഇരിക്കുകയായിരുന്നു. രാജധനസ്യ വ്യയേന ജ്വലിതഃ സഹ ദീപഃ, സഹ ദീപഃ. ആ ദീപം കത്തിയിരുന്നത് രാജകൊട്ടാരത്തിലെ പണത്തെ ആശ്രയിച്ചു കൊണ്ടാണ്. ആ പണം ചെലവ് ചെയ്തുകൊണ്ടാണ് ആ വിളക്കവിടെ കത്തിക്കൊണ്ടിരുന്നിരുന്നത്. രാജകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ രാജധനം ചെലവഴിച്ചുകൊണ്ടാണ് ഞാൻ ആ വിളക്ക് കത്തിച്ചിരുന്നത്. രാജധനസ്യ വ്യയേന ജ്വലിതഃ സഹ ദീപഃ. രാജധനം വ്യയം ചെയ്തുകൊണ്ട്, അത് ചെലവ് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചിന്തിച്ചിരുന്നത്. സദീപഃ ഭവതാ സഹ. ഇപ്പോൾ അങ്ങയോട് കൂടെ മേളനമാണ് ഇപ്പോഴത്തെ അവസരം. അങ്ങയോടൊത്ത് സംസാരിക്കുക എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ കർത്തവ്യം. ഭവതാ സഹ മേളനം മേ വ്യക്തിഗതം കാര്യം. അത് നമ്മുടെ വ്യക്തിഗതമായി നമുക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രമുള്ള കാര്യമാണ്. അത് എൻ്റെയും വ്യക്തിഗതമായ കാര്യമാണ്. ഭവതാ സഹ മേളനം, അങ്ങയോടൊത്തുള്ള ഈ എന്താ പറയുക, ചേർച്ച അല്ലെങ്കിൽ കാര്യങ്ങളുടെ അവലോകനം ചെയ്യൽ, അത് വ്യക്തിഗതമാണ്. യേശ ദീപസ്തു, യേശഃ ദീപഃ തു. ഈ ദീപമാകട്ടെ, ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന ദീപമാകട്ടെ, മമ വ്യയേന ജ്വലിതഃ. ഇതിലുള്ള ഈ ദീപം ജ്വലിക്കുന്നത് എൻ്റെ സ്വന്തം ചെലവിലുള്ള എൻ്റെ പണം ഉപയോഗിച്ചാണ് ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നത്. മറ്റേത് രാജകൊട്ടാരത്തിലെ രാജാവിൻ്റെ പണം രാജ്യത്തിൻ്റെ പണം ഉപയോഗിച്ചായിരുന്നു ആ വിളക്ക് കത്തിയിരുന്നത്. ഇത് നമ്മുടെ കാര്യമായതുകൊണ്ട് ഞാനത് കെടുത്തി മറ്റൊരു വിളക്ക് കൊണ്ടുവന്നു. എൻ്റെ ചെലവിൽ കത്തിക്കുന്ന വിളക്കുമായിട്ട് വന്നതാണ് എന്നാണ് പറയുന്നത്. എത്രയൊരു അപാരമായിട്ടുള്ള ആ മനസ്സിൻ്റെ ഒരു സ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശ ദീപസ്തു മമ വ്യയേന ജ്വലിതഃ. ഇന്നൊക്കത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റില്ല നമുക്ക്, അല്ലേ? കഥാപി രാജധനസ്യ ദുരുപയോഗം ന കരം. ഞാൻ ഒരിക്കലും രാജധനത്തെ ദുരുപയോഗം ചെയ്യില്ല. രാജധനം രാജ്യത്തെ ജനങ്ങൾക്കുള്ളതാണ്, എനിക്കുള്ളതല്ല. ഞാൻ അതുപോലുള്ളൊരു പ്രജ മാത്രം, അവർക്ക് തുല്യമായിട്ടുള്ള ഒരു പ്രജ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പണം ഞാൻ ഒരിക്കലും ദുരുപയോഗം ന കരോമി, ദുരുപയോഗം ചെയ്യില്ല. ചാണക്യസ്യ നീതിബോധം, ആ നീതി, ആ ഉറച്ച ഒരു നല്ല വിശ്വാസം, ആ നീതിയിലുള്ള, ആ നിയമത്തിലുള്ള അറിവ്. രാജാവിൻ്റെ പണം അല്ല, രാജ്യത്തിൻ്റെ പണം രാജ്യത്തിലെ ജനങ്ങൾക്ക്. ഇത് എൻ്റെ ചെറിയ
പണം ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്ക്. അതിന് നമുക്ക് ഈ സംഭാഷണ നേരത്ത് ഇത് കത്തിക്കണം, എൻ്റെ സ്വന്തം വിളക്ക് കത്തിക്കണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ചിന്ത. രാജധനസ്യ ദുരുപയോഗം ന കരാമി കഥാപി ന കരോമി, ഒരിക്കലും ഞാൻ ചെയ്യില്ല. കേൾക്കേണ്ടത് തന്നെയാണല്ലേ. ചാണക്യസ്യ നീതിബോധം വിജ്ഞായ, ചാണക്യൻ്റെ ആ നീതിയിൽ ഉറച്ച ആ മനസ്സുണ്ടല്ലോ, അത് വിജ്ഞായ, അത് മനസ്സിലാക്കിയിട്ട് സഞ്ചാരി തസ്യ പുരതഃ നമ്രശിരസ്കഃ അഭവത്, ആ വന്ന സഞ്ചാരി അദ്ദേഹത്തിൻ്റെ പുരതഃ, തസ്യ പുരതഃ, പുരതഃ എന്നുള്ളതൊരു അവ്യയാണ് മക്കളെ. അതിൻ്റെ ഷഷ്ഠി ഭക്തിയിലുള്ള വാക്കേ വരാൻ പാടുള്ളൂ. തസ്യ പുരതഃ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്രശിരസ്കനായിട്ട് അഭിനയത്തോടു കൂടിയിട്ട് തല കുനിച്ച് നിന്നു. ശിരസ് തല, നമ്രമായിട്ടുള്ളത് കുനിഞ്ഞ ശിരസ്, കുനിഞ്ഞ ശിരസ്സോട് കൂടിയിട്ട് ആ ഒരു താഴ്മ, ആ ഒരു വിനയഭാവത്തോടു കൂടിയിട്ടുള്ള നിൽപ്പാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്രശിരസ്കഃ. ക്ഷണാനന്തരം ദീപമന്യം ഗൃഹീത്വ ബഹിരാഗതഃ ച, പെട്ടെന്ന് തന്നെ മറ്റൊരു വിളക്കുമായിട്ട് വന്നു. ഉപവിശതു ഭവാൻ, അങ്ങിരിക്കൂ. കിമപേക്ഷതേ, എന്താണാവോ ആവശ്യം. മഹാശയ, ദീപഃ കിമർത്ഥം പരിവർത്തിതോ ഭവത, എന്താണ് അങ്ങ് മറ്റൊരു വിളക്കുമായിട്ട് വന്നിട്ടുള്ളത്? ജ്ഞാതുമുത്സുകോഹം, ഞാൻ അത് അറിയാൻ ആഗ്രഹിക്കുന്നു. മിത്ര, ഭവതാഗമനകാലേ രാജകാര്യം മഗ്നഃ ആസം, അങ്ങ് വരുന്ന സമയത്ത് ഞാൻ രാജകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഗ്നഃ ആസം. രാജധനസ്യ വ്യയേന ജ്വലിതഃ സ ദീപ, അതിന് ഉള്ള എന്താ പറയുക, എണ്ണയോ അതിനുള്ള ചിലവൊക്കെ രാജ്യത്തിൻ്റേതായിട്ടുള്ള പണം ഉപയോഗിച്ചിട്ടാണ് കത്തിക്കുന്നത്. രാജധനസ്യ വ്യയേന ജ്വലിതഃ സദീപഃ ഭവത സഹ മേളനം, അങ്ങയോടുകൂടെയുള്ള ഈ മേളനം മേ വ്യക്തിഗതം കാര്യം, ഇത് ഒരു വ്യക്തിഗതമായ കാര്യമാണ്, എൻ്റെ വ്യക്തിഗതമായ കാര്യമാണ്. ഏഷ ദീപസ്തു മമ വ്യയേന, അതുകൊണ്ട് എനിക്ക് നിർബന്ധമാണ് ഈ വിളക്ക് എൻ്റെ ചെലവിൽ കത്തണം എന്നുള്ളത്. കഥാപി രാജധനസ്യ ദുരുപയോഗം നക്കരോമി, ഒരിക്കലും ഞാൻ രാജധനത്തെ ദുരുപയോഗം ചെയ്യില്ല. ചാണക്യസ്യ നീതിബോധം വിജ്ഞായ, ചാണക്യൻ്റെ ആ നീതിയിൽ ഉറച്ച മനസ്സ് കണ്ടിട്ട് തസ്യ പുരതഃ സഞ്ചാരി നമ്രശിരസ്കഃ അഭവത്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആ സഞ്ചാരി നമ്രശിരസ്കനായി നിന്നു. ഇനി അഭ്യാസം നോക്കാം. പദച്ഛേദഃ വിദേശേഷു അഭി വിദേശേഷു അഭി, തിരിച്ച് പറയണം അല്ലേ. വിദേശേഷു അഭി പിരിക്കുമ്പോൾ വിദേശേഷു അഭി. ജ്ഞാതുമിച്ഛാമി, ജ്ഞാതും മാ എഴുതി തോണ്ടലിട്ടിട്ടാണ് എഴുതുന്നത് കേട്ടോ. മ അധികം ഈ മി, ജ്ഞാതും ഇച്ഛാമി. ഉത്സുകോഹം, ഉത്സുകഃ അഹം. ദീപസ്തു, ദീപഃ തു. വിഗ്രഹവാക്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, സമസ്തപദം അതിൻ്റെ വിഗ്രഹം, അല്ലെങ്കിൽ അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന തരത്തിൽ വേറെ 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 ആക്കിയിട്ട് പറയണം. ശില്പി, ശില്പം നിർമ്മാതും ശീലം അസ്യ അസ്തി ഇതി ശില്പി, ശില്പം ഉണ്ടാക്കാനുള്ള കഴിവുള്ള ആ ശീലമുള്ള ആൾ ശില്പി. മഹാരാജ, മഹാൻ ച അസൗ രാജ ച, മഹാനുമാണ് രാജാവുമാണ്, അത് മഹാരാജ. വ്യാകരണ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വ്യാകരണ കാര്യങ്ങൾ. സഹാർത്ഥ ശബ്ദയോഗേ തൃതീയ, സഹ എന്നതിൻ്റെ യോഗത്തിൽ, അല്ലെ സഹ എന്ന് കൂടെ എന്നർത്ഥം വരുന്ന അവ്യയങ്ങളുടെ യോഗത്തിൽ തൃതീയ വിഭക്തി വിഭക്തിയിലെ വാക്ക് പ്രയോഗിക്കണം. ഉദാഹരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. മാതാപുത്രേണ സഹ വിദ്യാലയം ഗച്ഛതി, അമ്മ പുത്രനോട് കൂടെ വിദ്യാലയത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സമം ആണെങ്കിലും സാഗമാണെങ്കിലും സാർദ്ധമാണെങ്കിലും സഹിത എന്ന് ആണെങ്കിലും ഏബിഹി യോഗേ തൃതീയാസേത്, ഇവയുടെ ഒക്കെ യോഗത്തിൽ, യോഗം എന്ന് പറഞ്ഞാൽ സാമീപ്യമാണ്, അടുത്തടുത്ത് നിൽക്കുകയാണ്, ആ യോഗത്തിൽ തൃതീയ വിഭക്തി തന്നെ വരുള്ളൂ. നമ്മൾ ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ വാക്യം പറഞ്ഞു നോക്കാം. മാതാപുത്രേണ സമം വിദ്യാലയം ഗച്ഛതി, മാതാപുത്രേണ സാഗം വിദ്യാലയം ഗച്ഛതി, മാതാപുത്രേണ സാർദ്ധം വിദ്യാലയം ഗച്ഛതി, മാതാപുത്രേണ സഹിത വിദ്യാലയം ഗച്ഛതി, സഹിത വിദ്യാലയം ഗച്ഛതി. കഥാസ്തംഭം ക്രമീകരോതു,
കഥാസ്തംഭത്തെ ക്രമീകരിക്കുക. എന്തെല്ലാമാണ് കഥാസ്തംഭങ്ങൾ? കാഖ ഗാഘ എന്നാണ് അവിടെ നമ്പർ ഇട്ടിട്ടുള്ളത്. ഭടാഹ ഗംഗാതീരസ്ഥൻ ചാണക്യകുടീരം അദർശയത്. കസ്യ ചീനസഞ്ചാരി ചന്ദ്രഗുപ്തം ദ്രഷ്ടും പാടലീപുത്രം ആഗച്ഛത്. ചാണക്യസ്യ നീതിബോധം വിജ്ഞായ സഞ്ചാരി നമ്രശിരസ്കഃ അഭവത്. സഞ്ചാരി ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ പ്രസ്ഥിതവാൻ. നമ്മൾ പറയുമ്പോൾ ആ ഗ നോക്കാം. ചാണക്യസ്യ നീതിബോധം വിജ്ഞായ അല്ല, അത് പറയാൻ പറ്റില്ല അല്ലേ? എന്നാൽ എങ്ങനെ പറയണം? കശ്യ ചീനസഞ്ചാരി ചന്ദ്രഗുപ്തം ദ്രഷ്ടും പാടലിപുത്രം ആഗച്ഛത്. സഞ്ചാരി ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ പ്രസ്ഥിതവാൻ. ഭടാഹ ഗംഗാതീരസ്ഥൻ ചാണക്യകുടീരം അദർശയൻ. ചാണക്യസ്യ നീതിബോധം വിജ്ഞായ സഞ്ചാരി നമ്രശിരസ്കഃ അഭവത്. ഇത് കഥ എന്താണെന്നൊന്ന് നോക്ക്. കാക്കയും കുയിലുമാണല്ലേ. കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടും എന്നൊക്കെ കഥ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം. കാക്കി തസ്യ നീടേ ദ്വേ അണ്ഡേ നിക്ഷിപതി. സ ആഹാരാർത്ഥം ബഹിഃ അടയത. തദാനീം ഏകഃ കോകിലഃ തത്ര ആഗത്യ തത്ര നീടേ തസ്യാഹ അണ്ഡം നിക്ഷിപത്. കാക്കി അണ്ഡം പരിപാലയത്. കാക്കി അണ്ഡേഭ്യഃ ജാതാൻ ശാബകാൻ സംവർദ്ധയത്. സഞ്ജാതപക്ഷഃ പികപോതഃ കാകനീടം ത്യക്ത്വാ അന്യത്ര ആഗച്ഛത്. അപ്പോൾ ഈ കഥ നിങ്ങൾ തന്നെ അത് നമ്പർ ഒക്കെ ക്രമത്തിൽ ചെയ്ത് നല്ലൊരു കഥയാക്കണം. ചിത്രം സഹായത്തിനുണ്ട് ചെയ്യുക. കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിടും. സ്വന്തം മുട്ടയാണെന്ന് കരുതി കാക്ക മുട്ടകളെ മുഴുവനും പരിപാലിക്കും. അങ്ങനെ മുട്ട വിരിയുന്നവരെ കാക്ക വളരെ ശ്രദ്ധയോടുകൂടി അതിനെ പരിപാലിക്കുകയാണ്. മുട്ട വിരിഞ്ഞു, കുഞ്ഞുങ്ങൾ പുറത്തു വന്നു, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ രക്ഷിക്കുകയാണ്. അങ്ങനെ ചിറക് മുളച്ചു. കുയിൽ ചിറക് മുളച്ചപ്പോൾ പറന്ന് വേറെ പോയി. ആ കഥയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചിത്രം നിരീക്ഷ്യ കഥാൻ ലിഖത ശ്രദ്ധേയാഹ അംശാഹ. ചിത്ര നിരീക്ഷണം നോക്കുക, ചിത്രം നോക്കുക. ആശയഗ്രഹണം, ഉചിതവാക്യ ഘടന. കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ ഉദാഹരണാനുസാരം ക്രിയാരൂപാണി ചിത്വ ലിഖതു. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച വാക്കെടുത്തിട്ട് എഴുതണം. വർത്തമാനകാല അല്ലെങ്കിൽ ലട്ട്, ഭൂതകാല അല്ലെങ്കിൽ ലങ്. ദർശയതി എന്നുള്ളത് വർത്തമാനകാലമാണ്, ലട്ടാണ്. വർത്തമാനകാലം എന്ന് പറഞ്ഞപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയകളാണ് വർത്തമാനകാല ക്രിയകൾ. അതാണ് ലട്ട് എന്ന് പറഞ്ഞാൽ. ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ക്രിയകളാണ് ഭൂതകാല ക്രിയകൾ. അതാണ് സംസ്കൃതത്തിൽ ലങ് എന്ന് പറയുന്നത്. അപ്പോൾ ദർശയതി, അദർശയത്. അതേപോലെ മിലതി എങ്ങനെ എഴുതും? ഈ കോഷ്ടത്തിൽ വാക്കുണ്ടോ നോക്കുക. മിലതി, അമിലത്. ഭവതി, അഭവത്. നല്ല കുട്ടികൾ കേട്ടോ. ഇപ്പം ലകാര പരിജ്ഞാനം, ലകാരം കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. അർത്ഥഗ്രഹണം, ഉചിതപദലേഖനം. പദസൂര്യൻ നിരീക്ഷ്യ ഉദാഹരണാനുസാരം വാക്യാനി രചയതു. ലത സോദരേണ സഹ പുഷ്പാണി ചിനോതി. പദസൂര്യനിൽ പല വാക്കുകളുണ്ട്. ലതയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾ. ലത എന്താ ഇവിടെ വാക്യം പറഞ്ഞത്? ലത
സോദരേണ സഹ പുഷ്പാണി ചിനോതി. ലതാ രാധയാ സമം പുഷ്പാണി ചിനോതി. ലതാ ജനകേന സാകം ഓദനം കരോതി. ലതാ അംബയാ സഹ അംബയാ സാർദ്ധം നൃത്തം കരോതി. ലതാ അംബയാ സാർദ്ധം വിദ്യാലയം ഗച്ഛതി. ലതാ സോദരേണ സഹ പചതി. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ സഹ എന്ന സഹ സാകം സാർദ്ധം സമം ഇവയുടെ ഒക്കെ യോഗത്തിൽ തൃതീയ വിഭക്തിയിലെ വാക്ക് വരും. സോദരേണ സഹ രാധയാ സമം ജനകേന സാകം അംബയാ സാർദ്ധം. എവിടെയെങ്കിലും പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ നിങ്ങളത് ശരിക്കും എഴുതണേ. ശ്രദ്ധേയ അംശാഹ അവ്യയസ്യ പ്രയോഗജ്ഞാനം ആശയഗ്രഹണം ഉചിതവാക്യരചന. ക്രിയാപദങ്ങൾ അഗച്ഛത് ഗമ്മാണ് ധാതു. ഗമ്മ് ധാതു, അതായത് പോകുന്നു എന്നുള്ള അർത്ഥമാണ്. പരസ്മൈപതി ക്രിയ എന്ന് പറഞ്ഞാൽ തീ എന്നതിൽ അവസാനിക്കുന്ന ക്രിയകളെ പതിയായിട്ടും തേ എന്നതിൽ അവസാനിക്കുന്ന ക്രിയകളെ ആത്മനേപതിയായിട്ടും നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ പരസ്മൈപതിയാണ് ഈ ഗച്ഛതി എന്ന ക്രിയ. അതിൻ്റെ ലങ്ങാണ് അഗച്ഛത്. അത് പ്രഥമ പുരുഷനാണ്, ഏകവചനം. ഒന്ന് വായിക്കട്ടെ. ഗം ധാതു പ എന്ന് പറഞ്ഞാൽ പരസ്മൈപതി, ലങ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം, പൂ എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷൻ, വാ എന്ന് പറഞ്ഞാൽ ഏകവചനം. പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ചെറുതായിട്ടൊന്ന് പറയട്ടെ. ത്വം യുവാം യൂയം അത് മധ്യമ പുരുഷനാണ്. അഹം ആവാം വയം ഉത്തമ പുരുഷനാണ്. ബാക്കിയുള്ള എല്ലാ പദങ്ങളും പ്രഥമ പുരുഷനാണ്. അവയ്ക്ക് 3 വചനങ്ങളുമുണ്ട്. ഒരു ഉദാഹരണം എടുത്ത് സഹ തൗ തേ. വേറൊരു ഉദാഹരണം എടുക്കുക സ തേ താഹ. വേറെ ഒന്നെടുക്കുക പുസ്തകം പുസ്തകേ പുസ്തകാനി. ഇതെല്ലാം ആ പുസ്തകം നമ്മൾ ഒഴിവാക്കാം. ലതാ ലതേ ലതാഹ പുസ്തകം ഒഴിവായിട്ടോ. ഇനി നോക്കാം. ഗം ധാതു പരസ്മൈപതി ലങ് പ്രഥമ പുരുഷ ഏകവചനം. വർത്തതെ വൃത്തു വർത്തനെ സ്ഥിതി ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. വർത്തതേ എന്ന് പറയുമ്പോൾ ആത്മനി നേരത്തെ പറഞ്ഞല്ലോ, തീ എന്നത് പരസ്മൈപതി, തേ എന്നത് ആത്മനേപതി. ആത്മനേപതിയാണ്, ലട്ടാണ്, പ്രഥമ പുരുഷ ഏകവചനമാണ്. അദർശയൻ ദൃശ് ധാതു നിജന്തം ദൃശ് ധാതു പരസ്മൈപതി ലങ് പ്രഥമ പുരുഷ ബഹുവചനമാണ്. അദർശേത് അദർശേതാം അദർശയൻ. ആസൻ അസ് ധാതു പരസ്മൈപതി ലങ് പ്രഥമ പുരുഷ ബഹുവചനം. അവിടെ നിജന്തം എന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. വൃത്തു വർത്തനെ ആത്മനേപതി ലട്ട് ലകാരഹ. വർത്തതേ എന്നുള്ള അർത്ഥത്തിൽ പ്രഥമ പുരുഷനിൽ വർത്തതേ വർത്തേതേ വർത്തന്തേ വർത്തിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു, ഉണ്ട് എന്നെല്ലാം അർത്ഥമാണ്. മധ്യമ പുരുഷനിൽ വർത്തസേ വർത്തേതേ വർത്തധ്വേ ഉത്തമ പുരുഷനിൽ വർത്തേ വർത്താവഹേ വർത്താമഹേ. എനിക്ക് പിന്നെയും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സരളം സംസ്കൃതം പാഠശാലയിൽ ആദ്യം നമ്മൾ ഇതെല്ലാം വളരെ വിശദമായിട്ട് ചെയ്തതുകൊണ്ടും ഇവിടെ സമയക്കുറവുള്ളത് കൊണ്ടും ഇപ്പോൾ ഇത്രേ പറയാൻ പറ്റണുള്ളൂ എന്നുള്ളത് പറയണം. അസ് ധാതു ലങ് ലകാരഹ. ലങ് ലകാരം ഭൂതകാല രൂപം എന്നാണ് അർത്ഥം. അസ് എന്ന ക്രിയയുടെ ലങ്ങിൻ്റെ രൂപം എങ്ങനെയാണ്? ആസീത് ആസ്താം ആസൻ, ആസിഹി ആസ്താം ആസ്ത, ആസം ആസ്വ ആസ്മ. കിമധിഗതം എന്തെല്ലാം മനസ്സിലാക്കി. നിർദ്ദേശങ്ങൾ. പ്രവർത്തനാനി യഥാകാലം കൃതാനി ചെയ്ത് സാധുതാ സൂചക ചിഹ്നം ടിക്ക് ക്രിയതാം. ക്രമസംഖ്യ എത്ര കതി സപ്ത. ഏകന്തേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് സപ്ത. എന്തെല്ലാമാണ് പഠന പ്രവർത്തനങ്ങൾ? വിജ്ഞാനപത്രം സജ്ജീകൃതം. കഴിഞ്ഞ പാഠത്തിൻ്റെയും ഈ പാഠത്തിൻ്റെയും കൂടെ ഒന്നിച്ചാണ് പറയുന്നത്. അന്നദോഷം അധികൃത്യ ടിപ്പണി. പ്രഹേളികായ ഉത്തരം. ചിത്രം ദൃഷ്ട പ്രഹേളിക ലിഖിത. കഥാസ്തംഭ ക്രമീകൃത. ചിത്രം നിരീക്ഷ്യ കഥാ ലിഖിത. പദസൂര്യൻ ദൃഷ്ട നിരീക്ഷ്യ വാക്യാനി രചിതാനി. ഇതെല്ലാം ഏതെല്ലാം തരത്തിൽ ഇത് സമ്യകൃതമാണെങ്കിൽ അവിടെ
ഭാഗികമായാണെങ്കിൽ അങ്ങനെ, ക്ലേശമായിരുന്നെങ്കിൽ അത് അത്തരത്തിൽ പരിഹാരബോധനം ഏത് തരത്തിലുണ്ടായി? അധ്യാപകസ്യ സാഹായ്യേന, സുഹൃദ സാഹായ്യേന, അന്വേഷണം സാഹായ്യേന. ഏത് തരത്തിലാണെങ്കിൽ അതിൻ്റെ നമ്പർ ഇടുക. ഇനി ശബ്ദകോശം. സംസ്കൃതം പദം, സംസ്കൃതം കൈരളി മലയാളം രണ്ടും എല്ലാം എഴുതിയിട്ടുണ്ട്. അനമത് പ്രണാമമകരോത്, അനാവൃതം ആവരണേന വിന, അന്നദോഷ ഭക്ഷണദോഷ, അമിതം അത്യധികം. അമിതം അധികം എന്നുള്ള അർത്ഥമാണ്. അസഹ്യ സോഢുമശയ്ക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അസഹ്യം. അഹിതം നഹിതം ഔഷധം ഭേഷജം ഉച്യതാം കഥ്യതാം ഉദരവേദന ഉദരപീഡ. കുടീരം ഘോഷ കുടിൽ ഖഗഃ പക്ഷി. ജ്വലന്തം ഭാസന്തം ജ്വലിക്കുന്ന. ഝടിതി ശീഘ്രം ത്യാജ്യം ഉപേക്ഷ്യം ഒഴിവാക്കേണ്ടത്. ദിനാങ്കഃ തിഥി തീയതി. ദൃശ്യതേ അവലോക്യതേ കാണുന്ന. ദ്രഷ്ടും ഈക്ഷിതും കാണുന്നതിന്. നമ്രശിരസ്കഃ അവനത ശീർഷഃ തല കുനിച്ചവൻ. നയനം നേത്രം കണ്ണ്. നരഃ മനുഷ്യഃ നിർവാപ്യ നിർവാപനം കൃത്വ അണച്ചിട്ട്. നിഷ്ഠ കൃത്യത കൃത്യത. പഥ്യഃ ഉചിതഃ പ്രസൃത വ്യാപ്ത. മിതത്വം മിതഭാവഃ. മിത്രം സുഹൃത്ത്. യച്ഛതു ദദാതോ വർഷാദോ വർഷാരംഭേ. രാജാ ശാസകഃ ശീഘ്രം വേഗേന സത്വരം ശീഘ്രം സാമ്പ്രതം അധുന. സ്വാസ്ഥ്യം സ്വസ്ഥാവസ്ഥ. ഹസ്തപ്രക്ഷാളനം കരശുചീകരണം. ജ്ഞാതും അവഗന്തും ജ്ഞാപയതി ബോധയതി. ഈ പാഠത്തിലുള്ള അഭ്യാസങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാഠം ഒന്നുകൂടെ വായിക്കാം. പഞ്ചമഹാപാഠ നീതിബോധ. നീതി വളരെ സത്യാവസ്ഥ ഉള്ള സത്യത്തെക്കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് ശരിക്ക് ഉള്ള അറിവ്, നീതിയിലുള്ള അറിവ്. നീതി. കശ്ചിത് ചീനസഞ്ചാരി പാടലീപുത്രം ആഗച്ഛത്. ഒരു ചീനസഞ്ചാരി പാടലീപുത്രത്തിലേക്ക് എത്തി. ചന്ദ്രഗുപ്ത തദാനീം തത്ര രാജ ആസീത്. അവിടെ രാജാവ് ചന്ദ്രഗുപ്തനായിരുന്നു. സഞ്ചാരി തേന സഹ മിലിതവാൻ. സഞ്ചാരി അവരുമായി ഒത്തുകൂടി. മഹാരാജ ഭവതഃ വിജയകഥ വിദേശേഷു പ്രസൃത വർത്തതെ. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ വിജയകഥ വിദേശങ്ങളിൽ പോലും എത്തിയിട്ടുണ്ട്. വിജയരഹസ്യം ജ്ഞാതും ഇച്ഛ. വിജയത്തിൻ്റെ രഹസ്യം അറിയുവാൻ ഞാൻ എത്തിയതാണ്. ന തഥാ കിമപി രഹസ്യം. അങ്ങനെ ഒരു രഹസ്യമൊന്നുമില്ല. മഹാമന്ത്രി ചാണക്യേവ സാമ്രാജ്യസ്യ ശില്പി. ഇത് എൻ്റെ കഴിവൊന്നുമല്ല എന്നാണ് പറയണം. കണ്ടോ, ആ ഒരു മഹാമനസ്സിന് നമുക്ക് പ്രണമിക്കണ്ടേ? പ്രണാമം, നമസ്കാരം കൊടുക്കണം അല്ലേ? അങ്ങനെയുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇത് എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ മന്ത്രി, എൻ്റെ ഉപദേഷ്ടാവ് നല്ല കഴിവുള്ള ആളാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ മൗര്യ സാമ്രാജ്യത്തിന് ഇത്രയും വിജയങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് രാജാവ് പറയുന്നത് കേട്ടോ. ന തഥാ കിമപി. അത്ര രഹസ്യമൊന്നുമല്ല. മഹാമന്ത്രി ചാണക്യേവ സാമ്രാജ്യസ്യ ശില്പി. മഹാമന്ത്രി ചാണക്യനാണ് ഈ സാമ്രാജ്യത്തിൻ്റെ ശില്പി. സഹ ചാണക്യം ദ്രഷ്ടും ഭടൈഹി സഹ പ്രസ്ഥിതവാൻ. ചാണക്യനെ കാണാൻ ഭടന്മാരോടുകൂടെ എത്തി. ഭടാഹ ഗംഗാതീരസ്ഥൻ ചാണക്യ കുടീരം അദർശയൻ. ഭടന്മാർ ഗംഗാതീരത്തുള്ള ചാണക്യൻ്റെ കുടിൽ കണ്ടു. കുടിലാണേ. വന്ദനം മഹാത്മൻ. അല്ലയോ മഹാത്മാവേ, അങ്ങേക്ക് വന്ദനം. ചീനസഞ്ചാരി ഏഷ ഭവന്തം ദ്രഷ്ടും ആഗതഃ. ഒരു ചീനസഞ്ചാരി അങ്ങയെ കാണാൻ വന്നിട്ടുണ്ട്. സ്വഭവനെ ദീപസമ്മുഖേ കിമപി ലിഖൻ ചാണക്യ. ആ സമയത്ത് ദീപപ്രഭയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചാണക്യൻ. ജഡിതി ജ്വലന്തം ദീപം നിർവാപ്യ ഭവനസ്യ അന്തഃ അഗച്ഛത്. പെട്ടെന്ന് തന്നെ കത്തുന്ന വിളക്ക് അണച്ചിട്ട് വീടിനുള്ളിലേക്ക് പോയി. ക്ഷണാനന്തരം ദീപമന്യം ഗൃഹീത്വ ബഹിരാഗതഃ. പെട്ടെന്ന് തന്നെ മറ്റൊരു ദീപവുമായി വന്നു.
ഉപവിശതു ഭവാൻ കിമപേക്ഷതേ. വെളിച്ചത്തിൽ മുഖം കണ്ടിട്ട് പറയണ്, അങ്ങിരിക്കൂ. കിമപേക്ഷതേ, എന്താണാവോ ആവശ്യം. മഹാശയ ദീപ കിമർത്ഥം പരിവർത്തിതോ ഭവത, എന്താണ് അങ്ങ് ദീപം മാറ്റിക്കൊണ്ട് വന്നത്? ജ്ഞാതുമുത്സുകോഹം, അതറിയാൻ എനിക്ക് ഔത്സുക്യമുണ്ട്, ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. മിത്ര ഭവദാഗമനകാലേ രാജകാര്യേ മഗ്നഃ ആസം, അങ്ങ് വരുന്ന സമയത്ത് ഞാൻ രാജകാര്യങ്ങൾ പലതും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രാജധനസ്യ വ്യയേന ജ്വലിത സദീപ, അത് രാജ്യത്തിലെ പ്രജകളുടെ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലെ പണം കൊണ്ടാണ് ആ വിളക്ക് കത്തുന്നത്. ഭവത സഹാമേളനം മേ വ്യക്തിഗതം കാര്യം, അങ്ങയോടുകൂടെയുള്ള എൻ്റെ ഈ കൂടിക്കാഴ്ച അത് വെറും വ്യക്തിഗതം മാത്രമാണ്. ഏഷ ദീപസ്ഥോ മമ വ്യയേന ജ്വലിത, അതുകൊണ്ട് ഈ വിളക്ക് എൻ്റെ ചെലവിൽ തന്നെ കത്തിക്കണമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. കഥാപി രാജധനസ്യ ദുരുപയോഗം ന കരും, ഞാൻ ഒരിക്കലും രാജധനത്തെ ഞാൻ ദുരുപയോഗം ചെയ്യുകയില്ല. ചാണക്യസ്യ നീതിബോധം വിജ്ഞായ, ആ ചാണക്യൻ്റെ നീതിബോധം മനസ്സിലാക്കിയിട്ട് സഞ്ചാരി, ചീനസഞ്ചാരി തസ്യ പുരതഃ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്രശിരസ്കഃ അഭവത്, നമ്രശിരസ്കനായി നിന്നു. ഈ പാഠം കുറച്ച് ദീർഘിച്ച പാഠമാണ്, അതുകൊണ്ട് പെട്ടെന്ന് വേഗത്തിൽ പോയിട്ടുണ്ട്. അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ. നമസ്തേ.